മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നത് നീണ്ട 27 കൊല്ലങ്ങളാണ്. വർണ്ണവിവേചന വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജയിലിൽപ്പെട്ടത്. 27 കൊല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ജയിലിൽ തളയ്ക്കപ്പെട്ടു. അതിൽ 18 വർഷക്കാലം റോബൻ ദ്വീപിലെ ജയിലിലായിരുന്നു. ചുണ്ണാമ്പുകലികൾ പൊട്ടിക്കുന്ന കഠിനമായ ജോലിയാണ് അവിടുത്തെ രാഷ്ട്രീയ തടവുകാർ എന്നും ചെയ്യേണ്ടിയിരുന്നത്. കഠിനമായ അതിരാവിലെ എഴുന്നേറ്റ് ഈ പണി ഏർപ്പെട്ട് രാത്രി വൈകുന്നത് വരെ ഇങ്ങനെ ജോലി ചെയ്യുന്ന രീതിയായിരുന്നു അവിടെ. തടവുകാരെ പരമാവധി പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ജോലിയൊക്കെ കൊടുത്തത്. തടവുകാർ പാറകൾ പൊട്ടിക്കുമ്പോൾ വെള്ളക്കാരായ വാർഡർമാർ അവരെ നന്നായിട്ട് പരിഹസിക്കും, നന്നായിട്ട് അപമാനിക്കും, നന്നായിട്ട് ചീത്ത വിളിക്കും. ഇതൊക്കെ ഒരു പതിവ് കലാപരിപാടിയായിരുന്നു ജയിലിനുള്ളിൽ. എന്നാൽ നെൽസൺ മണ്ടാലയാകട്ടെ ഈ തെറിവിളിയൊന്നും കേട്ടിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം പ്രകോപിതനായില്ല. തങ്ങൾ തകർക്കുന്നത് കല്ലുകളല്ല, മറിച്ച് അടിമത്തത്തിൻ്റെ ചങ്ങലകളാണെന്ന് അദ്ദേഹം മറ്റുള്ള തടവുകാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരെയും അദ്ദേഹം ആവേശം കൊള്ളിച്ചു. മണ്ടേലയുടെ ഈ പെരുമാറ്റവും ദൃഢനിശ്ചയവും ജയിൽ ഗാർഡുകളെ പോലും സ്വാധീനിച്ചു തുടങ്ങി. അവർ മണ്ടേലയോടും മറ്റ് തടവുകാരോടുമൊക്കെ വളരെ മാന്യമായും സ്നേഹത്തോടും പെരുമാറാൻ തുടങ്ങി. സഹനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ശക്തി എത്രത്തോളം ഉണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ മാന്യതയും മര്യാദയും അച്ചടക്കവും കൈവിടാതിരുന്നാൽ മറ്റു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്നത് ഉറപ്പാണ്. പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ സംയമനം പാലിക്കണം. അതോടൊപ്പം വളരെ വിവേകത്തോടെ പെരുമാറാനും ശ്രമിക്കണം. ആ വിവേകം കൈവിടാതിരിക്കട്ടെ.